ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ കോൺഫ്ലേക്സ് കൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. വെജിറ്റബിൾസൊക്കെ ധാരാളം യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി 1 കപ്പ് കോൺഫ്ലേക്സ് ഒരു ബൗളിലേക്ക് എടുക്കുക. എന്നിട്ട് കുതിർക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ക്രിസ്പിനെസ്സൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് ഇതിനോടൻ തന്നെ നമ്മൾ ഒരു അരിപ്പയിൽ വെള്ളം തോരാനായിട്ട് വച്ചു കൊടുക്കുക. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചു, കൂടെ 2 ചെറിയ പച്ചമുളക്, പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്ത് വെച്ചു, പിന്നെ ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചു, ഒരു കുഞ്ഞു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചു, പിന്നെ കുറച്ച് മല്ലിയിലയും എടുത്ത് വെച്ചു. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് പാൻ ചൂടായ ശേഷം 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് ഇളക്കി കൊടുക്കുക. ഈ എണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഉപയോഗിക്കാം. കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇതിനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നേരത്തെ 2 പച്ചമുളക് ചേർത്തിരുന്നു, അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒന്ന് മിക്സായ ശേഷം നമ്മൾ നേരത്തെ വെള്ളം തോരാനായിട്ട് വെച്ചിരുന്ന കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഇതിനി നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ വെജിറ്റബിൾസും ഈ കോൺഫ്ലേക്സും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന മല്ലിയില ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലേക്സ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് സെർവ് ചെയ്യാം. മിക്കവാറും എല്ലാവരും ഈ കോൺഫ്ലേക്സ് പാലിൽ കലക്കി കഴിക്കുമായിരിക്കും പതിവ്. ചിലർക്കൊക്കെ ഈ പാലിൽ കലക്കി കഴിക്കുന്നത് ഇഷ്ടം വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബൈ.